മീഡിയ മിഷൻ നമ്മുടെ പ്രധാനമായും SYSന്റെയും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുടെയും നേതൃത്വത്തിൽ തുടങ്ങിയെന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് പല രീതിയിലുള്ള മീഡിയകളുടെ കാലഘട്ടമാണ്. മനുഷ്യനെന്ന് ശ്രദ്ധിക്കുന്നതും മീഡിയകളെയാണ്. വായനയിൽ നിന്നിട്ട് കുറേയൊക്കെ പുറകോട്ട് പോയൊരു കാലഘട്ടമാണ്. വായിക്കാൻ മനുഷ്യന് സമയം കുറവ്. അതുകൊണ്ട് തന്നെ മാസികകളും വീക്കിലികളുമൊക്കെ പുറകോട്ടാണ്. വാർത്തകൾ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാലത്താണ് നാം ഉള്ളത്. ഭയപ്പെടുത്തുന്ന രീതിയിൽ പല മീഡിയകളും മനുഷ്യനെ വലാലയത്തിലേക്കും വിദഅത്തിലേക്കും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു സർവ്വസാധാരണ സംഭവമാണല്ലോ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരവസ്ഥയിൽ ഒരു ഇസ്ലാമിക് മീഡിയ നമ്മുടെ സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അത് വളരെയേറെ പ്രയോജനപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. തന്നെയുമല്ല, തെറ്റായ വിധത്തിൽ മീഡിയകളിലൂടെ പല പ്രചരണങ്ങളും വാർത്തകളും കടന്നു വരുന്ന സമയത്ത് സത്യസന്ധമായി അതിൻ്റെ മറുപടി നൽകുകയും അത്തരം പിഴച്ച വാർത്തകളിൽ നിന്നിട്ട്, വഴിതെറ്റുന്ന വാർത്തകളിൽ നിന്നിട്ട് നമ്മെയും നമ്മുടെ കുടുംബത്തെയും മാറ്റി നേരായ പാന്താവിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ മീഡിയ ഉപകരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പണ്ഡിതന്മാരും നമ്മുടെ നേതാക്കളുമാണ് അതിൻ്റെ മുൻപന്തിയിലുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ രംഗം ഉറച്ച് വിശ്വസിക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ ഇസ്ലാമിക് മീഡിയ മിഷൻ ആരംഭിച്ചതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുകയും നിങ്ങളൊക്കെ ആ റൂമിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ശ്രദ്ധിക്കാനും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വേണ്ടാത്ത നാമൊക്കെ നൽകുന്ന പ്രചരണങ്ങൾ തന്നെ, വാർത്തകൾ തന്നെ പല മീഡിയകളിലും പല റൂമുകളിലും അപകടങ്ങൾ സൃഷ്ടിക്കുന്ന, മനുഷ്യനെ വൈകേടിലേക്ക് തിരിച്ചുവിടുന്ന രംഗമാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മീഡിയയാണ് നമ്മുടെ സ്വന്തം. അതുകൊണ്ട് ആ മീഡിയയുടെ വിജയത്തിന് വേണ്ടി എല്ലാ സഹോദരന്മാരും പ്രവർത്തിക്കണം, പ്രചരിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാ ഭാവങ്ങളും നേർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ പ്രവർത്തകർക്കും ഇതിൻ്റെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും വലിയ പ്രതിഫലം നൽകുകയും അതോടൊപ്പം പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വഴിവെക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.